ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു ചേരുന്നു. ശ്രീ ആർ വി ബാബു, മാണ്ടിയിൽ ഗണേശ ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറും സംഘർഷവും ഉണ്ടായി. കോൺഗ്രസ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുണ്ട്. പക്ഷേ അവിടുത്തെ ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നു ഇത് ചെറിയൊരു വിഷയം മാത്രമാണ് എന്നുള്ളത്. അവരുടെ മുസ്ലിം പ്രീണന നയം അത് അരക്കിട്ടുറപ്പിക്കുകയല്ലേ? അല്ല, ഈ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്ലാമിക മത തീവ്രവാദികളെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനു മുൻപ് ഇതേപോലെ സമാനമായ രീതിയിൽ ചില പ്രശ്നങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, അവിടെ ഒരു മുസ്ലിം ലൊക്കാലിറ്റിയിലെ ഒരു കടക്കാരൻ, അയാള് ഗണേശ ഭജനയോ അതേപോലെ ഹിന്ദു ഭക്തിഗാനങ്ങൾ വെച്ചു എന്നുള്ളതിന്റെ പേരിൽ ആ കടയ്ക്ക് നേരെയുള്ള ആക്രമണം നടന്നു. അതിന്റെ വലിയ കലാപങ്ങളുണ്ടായി. അപ്പൊ നിരന്തരമായിട്ട് കർണാടകയിൽ ഇസ്ലാമിക തീവ്രവാദികൾ ഹിന്ദു സമൂഹത്തിന് നേരെ, ഹിന്ദുക്കൾക്ക് നേരെ, ഹിന്ദു വിശ്വാസങ്ങൾക്കും അതേപോലെ ക്ഷേത്രങ്ങൾക്കും ഒക്കെ നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഈ പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ടുവെങ്കിലും അതിനുശേഷം ഉള്ള തീവ്രവാദ സംഘടനകൾ കർണാടകയിൽ ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ കോൺഗ്രസ് സർക്കാർ ഈ തീവ്രവാദികൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഈ ഹിന്ദുക്കൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, അവരുടെ ആഘോഷങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനായിട്ട് പ്രേരണ നൽകുന്നത്. ഇത് അങ്ങേയറ്റം മത തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ്. തീവ്രവാദികളോടുള്ള കോൺഗ്രസ് സർക്കാരിന്റെ മൃദു സമീപനമാണ്, പ്രീണന നയമാണ് ഈ ഇത്തരം കാര്യങ്ങൾക്ക് മുഴുവൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള രീതിയിൽ തീവ്രവാദികൾക്കെതിരെ നിലപാടെടുക്കാനായിട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ കാര്യത്തിൽ ശക്തമായിട്ട് ഇടപെടണം എന്നാണ്. ഈ സമാധാന അന്തരീക്ഷം നിലനിർത്താനും ഹിന്ദുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.